ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് നിസ്മ. നമ്മുടെ ജീവിത വിജയത്തിന് ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം ഇത്രയും നാൾ നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ് മനസ്സിലും ശരീരത്തിലും ഉണ്ടാക്കിയ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഇല്ലാതെയാക്കാൻ സഹായിക്കുന്ന 6 ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. ഒന്നാമത്തേത്, നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. നമുക്ക് എല്ലാ നേരവും പോസിറ്റീവായിട്ടും ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കില്ല അല്ലേ? നമുക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് തോട്ട്സുകളോ അല്ലെങ്കിൽ നെഗറ്റീവ് സിറ്റുവേഷൻസ് എല്ലാം നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള സമയങ്ങളിൽ മനഃപൂർവ്വം അതിൽ ഒരു നല്ലത് കണ്ടെത്തുക. അതായത് അതിനെ നമുക്ക് എങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുമോ ആ രീതിയിലോട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തേത്, ദിവസവും എക്സസൈസ് ചെയ്യുക. വലിയ വലിയ വർക്കൗട്ടുകൾ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ജിമ്മിൽ പോകണമെന്നോ അല്ല, നമ്മൾ ചെറിയ ചെറിയ എക്സസൈസുകളിൽ നിന്ന് ആദ്യം തുടങ്ങുക. ആദ്യം വാമപ്പ് എക്സസൈസുകൾ 5 മിനിറ്റ് 10 മിനിറ്റ് അങ്ങനെ ചെയ്ത് തുടങ്ങിയിട്ട് പിന്നെ കൂട്ടി കൂട്ടി കൊണ്ടുവരാം. അടുത്തത്, എപ്പോഴും മനസ്സറിഞ്ഞ് പുഞ്ചിരിക്കാൻ ശ്രമിക്കുക. ചിരിക്കുന്നത് ശരീരത്തിലും മനസ്സിലും ഒരുപാട് നല്ല മാറ്റങ്ങൾ വരുത്താനുള്ള കഴിവുണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഒരു പുഞ്ചിരി മുഖത്ത് നിലനിർത്താൻ ശ്രമിക്കുക. ചിരിയുടെ ഈ മാന്ത്രിക ശക്തിയെ ബേസ് ചെയ്തിട്ടാണ് ലാഫിംഗ് തെറാപ്പികളെല്ലാം രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല അസുഖങ്ങൾക്കുമുള്ള മരുന്നായിട്ട് ലാഫിംഗ് തെറാപ്പി ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യാറുണ്ട്. അടുത്തത്, എല്ലാ ദിവസവും മെഡിറ്റേറ്റ് ചെയ്യുക. നമുക്കിപ്പോൾ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള 10-15 മിനിറ്റിൻ്റെ മെഡിറ്റേഷൻ ഒന്നും ചെയ്യണം എന്ന് നിർബന്ധമില്ല. അതിന് പകരം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇവ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗൈഡഡ് മെഡിറ്റേഷൻ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഒരു സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ റിലാക്സ് ആവുന്ന തരത്തിൽ എത്രത്തോളം ഡീപ് ബ്രെത്ത് എടുത്താലാണോ നിങ്ങൾ റിലാക്സ് ആവുക, അതേപോലെ ഡീപ് ബ്രെത്ത് എടുത്ത് റിലാക്സ് ആയതിനു ശേഷം ഒരു 5 മിനിറ്റ് അതേപോലെ ഇരുന്നിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. അടുത്തത്, നമ്മുടെ ഭാഗത്തല്ല തെറ്റ് എന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ സോറി പറയുക. അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെ റിലാക്സ് ആക്കുകയും നെഗറ്റീവ് തോട്ട്സിനെ ഓവർകം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ചിലപ്പോൾ നമ്മുടെ ഭാഗത്തായിരിക്കില്ല നെഗറ്റീവ് സിറ്റുവേഷനിൽ ഉണ്ടാവുന്ന തെറ്റ്, നമ്മളുടെ ഓപ്പോസിറ്റുള്ള ആളുടേതായിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ കൂടി നമ്മൾ സോറി പറയുക. നമ്മൾ തെറ്റായത് കൊണ്ടല്ല നമ്മൾ സോറി പറയുന്നത്. അതിന് പകരം നമ്മളുടെ മനസ്സമാധാനത്തിന് വേണ്ടിയും മനസ്സിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ സോറി പറയുന്നത്. ഇനി നിങ്ങൾക്ക് സോറി പറയാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ആ സംഭവം ഒരു പേപ്പറിൽ എഴുതി അവരോട് ക്ഷമിച്ചു കൊടുക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ആ പേപ്പർ കത്തിച്ചു കളയുക. ഇങ്ങനെ കത്തിച്ചു കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സൊന്ന് ഫ്രീ ആവും. ആ കത്തിച്ചു കളയുന്നതിനോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റിയും അതേപോലെ നെഗറ്റീവ് ഫീലിങ്സ് തോട്ട്സ് എല്ലാ കാര്യങ്ങളും അതോടൊപ്പം കത്തിത്തീരുകയാണെന്നുള്ളത് നമ്മൾ ഇമാജിൻ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു വൈറ്റ് ലൈറ്റ്, അതായത് പോസിറ്റിവിറ്റിയുടെ ഒരു വൈറ്റ് ലൈറ്റ് വന്ന് നിറയുന്നതായിട്ടും നമ്മൾ ഇമാജിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടും. അതേപോലെ തന്നെ ഈ പ്രാക്ടീസുകളെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ അല്ലാത്ത കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും. അതായത് നമ്മൾക്ക് ഇപ്പം എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് നല്ലോണം ബെറ്റർ ആവും. അതേപോലെ മാനിഫെസ്റ്റേഷൻസ് നടക്കും. നമ്മളുടെ ചുറ്റും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് നടക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിൽ ഒരുപാട് നെഗറ്റിവിറ്റി വന്നു കഴിഞ്ഞാൽ പോലും നമുക്കതിൽ നിന്ന് പോസിറ്റീവായിട്ടിരിക്കാനുള്ളൊരു എനർജി നമുക്ക് ലഭിക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി മാനിഫെസ്റ്റിംഗ്.